ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ 7-ാം മാസ ചടങ്ങൊക്കെ കഴിഞ്ഞ് നവ്യയെയും കൂട്ടി കനകയും ഗോവിന്ദനും അവരുടെ വീട്ടിലേക്ക് മടങ്ങുന്നുണ്ട്. ഒപ്പം നമ്മുടെ നയനയെയും കൂടെ കൂട്ടുന്നുണ്ട്. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് നയനയെ കൂട്ടുന്നത്. ദേവയാനിക്ക് നയന പോകുന്നതിൽ വളരെ സങ്കടമുണ്ടെങ്കിലും സമ്മതിക്കേണ്ടി വന്നു എന്ന് പറയാം. അങ്ങനെ ഗോവിന്ദനും കനകയും എല്ലാവരും അവരുടെ വീട്ടിൽ തിരിച്ചെത്തി. 3 സഹോദരിമാരും കുറേ കാലത്തിന് ശേഷമാണ് ഒന്നിച്ച് ആ വീട്ടിൽ താമസിക്കുന്നത്. കനക പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ മൂത്ത മകൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതൊന്നും ഇഷ്ടമായിരുന്നില്ല. എന്നാൽ എൻ്റെ രണ്ടാമത്തെ മകൾക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. എന്നിട്ട് കനക നയനയോട് ചോദിക്കുന്നുണ്ട്, പക്ഷെ ഇന്ന് എന്താ മോളെ മോളുടെ മുഖത്ത് ഒരു വിഷമം പോലെ? മോളുടെ അമ്മയ്ക്ക് മോളെ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ലമ്മേ, 2 ദിവസത്തേക്കാണ് ഞാൻ വന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ പോകും. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എന്തിന് ചേച്ചി വേഗത്തിൽ പോകണം, കുറേ ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി. അപ്പോൾ കനക പറയുന്നുണ്ട്, നിന്റെ അമ്മ ഇന്ന് നിന്നോട് ഒട്ടും സ്നേഹമില്ലാത്ത ആയിട്ടല്ലേ പെരുമാറിയത്, അതുകൊണ്ട് നീ പോകാൻ അങ്ങനെ തിരക്കൊന്നും പിടിക്കണ്ട. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അമ്മായിയമ്മമാരുടെ കഥയൊക്കെ വിട്, ആദർശേട്ടന് നയനയോട് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ട് ആദർശേട്ടനെ പിരിഞ്ഞു നിൽക്കുന്നതിൽ അവൾക്ക് ഭയങ്കര വിഷമമുണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ ദേവയാനിക്കും നന്ദുവിനുമൊക്കെ അറിയാം ഇത് അമ്മയെ പിരിഞ്ഞു നിൽക്കേണ്ടി വന്നതിലുള്ള സങ്കടമാണെന്ന്. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അവിടെ ദേവയാനിയും ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലാത്ത മാതിരി, എന്തൊക്കെയോ നഷ്ടപ്പെട്ട മാതിരി വളരെയധികം സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വന്ന ജയൻ ചോദിക്കുന്നുണ്ട്, എന്താടോ തനിക്കൊരു വിഷമം പോലെ? ഈ വീട്ടിൽ വന്ന 2 മരുമക്കൾ ഇന്ന് പോയല്ലോ, അതുകൊണ്ടാണോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിന് എനിക്കെന്തിനാ വിഷമം? ഇപ്പോൾ പാചകമൊക്കെ ചെയ്യുന്നത് ഞാനല്ലേ, 2 പേര് പോയാൽ അത്രയും ജോലിഭാരം കുറഞ്ഞില്ലേ? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, പക്ഷെ അവരിവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ തൻ്റെ മുഖത്ത് വലിയ സങ്കടമായിരുന്നല്ലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് വേറൊന്നും കൊണ്ടല്ല, അവൾക്കിപ്പം പോകേണ്ട ഒരു ആവശ്യവുമില്ല, ചേട്ടൻ്റെ മരുമകൾക്കേ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അത് തൻ്റെയും കൂടെ മരുമകളാ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതിന് ഞാൻ അവൾക്ക് ആ പദവി കൊടുത്തില്ലല്ലോ, അവളുടെ അമ്മ വിളിച്ചപാട് കൂടെ പോയില്ലേ, ഇനി നമ്മുടെ മോൻ്റെ വിഷമം ഞാൻ കാണണ്ടേ? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, എടോ നന്ദു കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോലീസ് ക്യാമ്പിലേക്ക് പോകും, അതുകൊണ്ടായിരിക്കും ഗോവിന്ദനും കനകയ്ക്കും മക്കളെല്ലാം അരികിലുണ്ടാകണമെന്ന് തോന്നിയത്. അതൊരു സന്തോഷമല്ലേ, അതിനെന്തിനാ നമ്മൾ എതിർക്കുന്നത്? താൻ എത്ര ദിവസം തൻ്റെ വീട്ടിൽ പോയി നിന്നിരുന്നു, അപ്പോൾ ആരെങ്കിലും അതിന് പരാതി പറഞ്ഞിരുന്നു? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആദർശമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം? അപ്പോൾ ജയൻ പറയുന്നുണ്ട്, അവന് അവളെ കാണണമെന്ന് തോന്നുമ്പോൾ അങ്ങോട്ടേക്ക് പോയാൽ പോരെ? അപ്പോഴേക്കും ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ ഭാര്യ വീട് കയറി ഇറങ്ങുന്നത് നമ്മുടെ അന്തസ്സിന് ചേർന്നതാണോ ജയേട്ടാ? ഇതിന് അന്തസ്സ് കേടൊന്നും നോക്കേണ്ട. ഭർത്താവ് ഭാര്യ വീട്ടിൽ പോകുന്നതും അവിടെ കുറച്ച് ദിവസം താമസിക്കുന്നതിനും എന്താ കുഴപ്പം? ഇപ്പോഴാണെങ്കിൽ അവർ നല്ല വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അത് ആദർശ് വാങ്ങിക്കൊടുത്ത വീടല്ലേ, ഇനി അവരുടെ പേരിൽ എഴുതി കൊടുത്തോ എന്നും അറിയില്ല. ആ സമയം ജയൻ പറയുന്നുണ്ട്, ഇനി എഴുതി കൊടുത്താലും സാരമില്ല, മോള് കാരണം അത്രയ്ക്ക് പ്രോഫിറ്റാ കമ്പനിക്ക് കിട്ടുന്നത്. അപ്പോൾ പിന്നെ ആദർശ് അങ്ങനെ നല്ല കാര്യം ചെയ്തെങ്കിൽ അതിനെ എതിർക്കാനൊന്നും എനിക്ക് കഴിയില്ല. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദേവയാനി അവിടുന്ന് പോകാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ജയൻ ദേവയാനിയെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, താൻ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ കളഞ്ഞിട്ട് അവരെ സ്നേഹിക്കുക, നമുക്കൊരു പേരക്കുട്ടിയൊക്കെ വേണ്ടേ, നീ നിന്റെ മരുമകളോട് അതിനെ പറ്റിയൊന്നൊക്കെ സൂചിപ്പിക്കുക. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊന്നും എനിക്ക് പറ്റിയില്ല, ജേട്ടൻ വേണമെങ്കിൽ ആദർശിനോട് സൂചിപ്പിക്കുക, ഈ 2 ദിവസമായിട്ട് നല്ല പണിയാണ്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, ഇവിടെ 4-5 ജോലിക്കാരുണ്ടായിരുന്നതാ, ഇപ്പോൾ വല്ലപ്പോഴും ഒരാൾ വന്നാലായി, നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, ശരീരം അനങ്ങി എന്തെങ്കിലും ജോലി ചെയ്യാനല്ലേ ഡോക്ടറും പറഞ്ഞത്, അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു ഭാരമല്ല. പിന്നെ ജയൻ പറയുന്നുണ്ട്, ഇനി നിനക്ക് ദേഷ്യം വന്നാലും സാരമില്ല, നയന മോള് ഇവിടുന്ന് പോയാൽ ഇവിടെ ഒരു ശൂന്യതയാണ്, വേറെ ആര് ഈ വീട്ടിൽ നിന്ന് പോയാലും അത് ആരെയും ബാധിക്കില്ല, പക്ഷെ നയന പോയാൽ അതൊരു കുറവ് തന്നെയാണ്. അപ്പോൾ ദേവേനി പറയുന്നുണ്ട്, കണ്ടോ, മോന് മാത്രമല്ല അച്ഛനും അങ്ങനെ തന്നെയാണ്, പിന്നെന്തിനാ എല്ലാവരും ചേർന്ന് അവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്?
പിന്നെ കാണിക്കുന്നത് അനഘയെയും അവിയെയുമാണ്. അനഘ പറയുന്നുണ്ട്, എൻ്റെ മകൾ അവളുടെ അച്ഛനെ ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതുവരെ അവളോട് പേര് പറഞ്ഞിട്ടില്ല. വലിയ കൊട്ടാരം പോലുള്ള വീട്ടിലെ മോളുടെ അച്ഛൻ താമസിക്കുന്നത് എന്നേ പറഞ്ഞുള്ളൂ. അപ്പോൾ അഭി പറയുന്നുണ്ട്, അത് വെളിപ്പെടുത്താനുള്ള സമയമായിട്ടില്ല അനഘയെ. നീ എൻ്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ അനഘ പറയുന്നുണ്ട്, എനിക്ക് പക്ഷെ സമയം തീരെയില്ല. അതുകൊണ്ട് എൻ്റെ മോളുടെ അടുത്ത് അവളുടെ അച്ഛനെ കൊണ്ടുപോയേ പറ്റൂ. നീ ഒന്ന് അടങ്ങ് അനഘ എന്ന് പറയുന്നുണ്ട് അഭി. അപ്പോൾ അനഘ പറയുന്നുണ്ട്, ഞാനില്ലാതായാൽ രക്ഷപ്പെട്ടു എന്നൊന്നും നീ വിചാരിക്കണ്ട. എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാ വിവരവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ എൻ്റെ ചന്തുമോളെയും കൂട്ടി നിൻ്റെ തറവാട്ടിലേക്ക് എത്തും. എന്നിട്ട് അവർ നിൻ്റെ മുത്തശ്ശനോടും ബന്ധുക്കളോടുമൊക്കെ പറയും നീയാണ് ചന്തുമോളുടെ അച്ഛനെന്ന്. അത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് കനക നയനയോട് പറയുന്നുണ്ട്, മോളെ അംഗീകരിക്കാത്ത ആ വീട്ടിലേക്ക് ഇനി ഞങ്ങൾ വരില്ല. അമ്മ അംഗീകരിക്കാത്തതിനാൽ മോളും ഇപ്പോഴൊന്നും അവിടേക്ക് പോകണ്ട. ഇത് കേട്ട് നയനക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനാമികയാണ്. അനാമിക പറയുന്നുണ്ട്, പ്രസവത്തിന് പോയ ആ ചേച്ചിയും അനിയത്തിയും ഇനി അനന്തപുരിയിലേക്ക് വരാതിരുന്നാൽ മതിയായിരുന്നു. പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നത് ഗോവിന്ദൻ നയനയോട് പറയുന്നുണ്ട്, ആദർശ് വന്ന് വിളിച്ചാൽ നിനക്ക് വേണമെങ്കിൽ പോകാം. പക്ഷേ അമ്മ അംഗീകരിക്കാത്ത ആ വീട്ടിലേക്ക് നീ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അങ്ങനെ നീ പോയാൽ പിന്നെ നീയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവും ഉണ്ടാകുന്നതല്ല. ഇത് കേട്ട് നയന ഇങ്ങനെ അന്താളി പോലെ നിൽക്കുന്നുണ്ട്. ഒരിക്കലും അച്ഛൻ ഈ വിധത്തിലൊന്നും പറയാറില്ലല്ലോ, ഇതെന്ത് പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രൊമോ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.